ഹായ് നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ്. അപ്പോൾ അലിൻ ജോസ് പെരേരയെ ഒരു വേദിയിൽ നിന്നും ഇറക്കി വിട്ടു നമ്മുടെ കൊല്ലം ഷാഫി എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ആ വീഡിയോയിൽ കാണുന്നില്ല. വേറെ വ്യക്തിയാണ്. ജസ്റ്റ് പെരേരയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാണോന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ സുഹൃത്താണ് അലിൻ ജോസ് പെരേര. എങ്കിലും ഞാൻ പെരേരയോടൊരു കാര്യം പറയുകയാണ്. എടുത്തുചാട്ടം ഒന്നിനും നന്നല്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിന് പോകുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ പരിപാടിക്ക് പോണത്? ചേട്ടാ പരീത് കുട്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും അവൻ പോയ എങ്ങനെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു മടുക്കും. അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടല്ല പുള്ളി പോയത്. സ്വന്തം പൈസ എടുത്തിട്ടാണ് ഈ പ്രോഗ്രാമിന് പോയത്. അത് ഒരു വ്യക്തിയുടെ കാറ് വിളിച്ച് പൈസ കൊടുത്ത് ആണ് ആ പരിപാടിക്ക് പോയത്. അതും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അവിടെ ചെന്നിട്ട് ഇറക്കി വിടുന്നോ എന്തോ സംഭവം കാണിച്ചല്ലോ. ഇറക്കി വിടണേ അല്ലായിരിക്കും, ചില മാറിയിരിക്കുന്നത് എന്തോ പറഞ്ഞായിരിക്കും. അത് ഇറക്കി വിട്ടു, അപമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് അവരോടൊരു കാര്യം പറയാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ തന്നെ ഒരു 100 ചാനലിൽ ഇപ്പോൾ വിഷ്ണു കൊച്ചിക്കാരൻ അവനാണ് ഇപ്പോൾ പെരേര കൂടെ ഉള്ളത്. ഒരു 100 ചാനലിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ പല്ലിൻ്റെ ഇട കുത്തുന്ന രീതിയിൽ. ഞാനൊരു കാര്യം വിഷ്ണുവിനോട് പറയാം, ഭയങ്കര മോശമാണ് നീ കാണിക്കുന്നത്. നിൻ്റെ പേജിന് പൈസ കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നീ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണെന്നും എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അത് മോശമാണ്. കാരണം ആ കേസ് അതവിടെ തീർന്നു. ഇന്നലെ പോയി ജസ്റ്റ് ചിലപ്പോൾ മാറി നിൽക്കുന്നു എല്ലാം പറഞ്ഞായിരിക്കും. അതിനെ അപമാനിച്ചു, കൊല്ലം ഷാഫി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ 100 ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാണാവില്ലേ? പെരേര നീ തന്നെ ഉണ്ടാക്കി വെച്ച കാര്യമാണ്. നീ തന്നെ, അതായത് പൈസ കിട്ടില്ലാത്ത പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം പൈസ കൊടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ അത് ഇഷ്ടമല്ല എന്ന് പറയാൻ മാറിയിരിക്കുക. അതിനവിടെ കിടന്നിട്ട് മസിൽ പിടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഇപ്പം നീ ചാനലിൽ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോശമായൊരു കാര്യമാണ്. ഇതിനോട് എനിക്ക് യോജിക്കുന്നില്ല. കാരണം ഷാഫി കൊല്ലം എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.